നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. ആലുവയിൽ യുവാവിനെ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയി. ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് ഇന്നോവ കാറിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. എടത്തുരുത്തിയിൽ ബൈക്ക് അപകടത്തിൽ കോട്ടപ്പുറം സ്വദേശിയായ യുവാവ് മരിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സ്വദേശി കരിപ്പാക്കുളം വീട്ടിൽ കമറുദ്ദീന്റെ മകൻ മുഹമ്മദ് സൽമാനാണ് മരിച്ചത്. ആറാട്ടുപുഴ പൂരം വെടിക്കെട്ടിന് അനുമതി. 17, 22, 23 തീയതികളിൽ വെടിക്കെട്ട് പൊതുപ്രദർശനം നടത്തുന്നതിന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T. മുരളി ഉത്തരവിട്ടു. വാർത്തകൾ വിശദമായി. ആലുവയിൽ യുവാവിനെ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയി. ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് ഇന്നോവ കാറിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. കാറിലെത്തിയ സംഘം യുവാവിനെ മർദ്ദിച്ച ശേഷം കാറിലേക്ക് പിടിച്ചുകയറ്റി കൊണ്ടുപോവുകയായിരുന്നു. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. പരിസരങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. 4 ദിവസം മുൻപ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ മറ്റൊരാളെ തട്ടിക്കൊണ്ടുപോയെങ്കിലും ഇയാളെ പിന്നീട് വിട്ടയച്ചിരുന്നു. ഇതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി. എടത്തുരുത്തിയിൽ ബൈക്ക് അപകടത്തിൽ കോട്ടപ്പുറം സ്വദേശിയായ യുവാവ് മരിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സ്വദേശി കരിപ്പാക്കുളം വീട്ടിൽ കമറുദ്ദീന്റെ മകൻ മുഹമ്മദ് സൽമാനാണ് മരിച്ചത്. മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇന്ന് പുലർച്ചെ 12:30 എടത്തുരുത്തി കുമ്പളപ്പറമ്പിനടുത്തായിരുന്നു അപകടം. സുഹൃത്തുക്കളോടൊപ്പം ബൈക്കുകളിൽ എടമുട്ടത്ത് പോയി തിരികെ ഇരിഞ്ഞാലക്കുടയിലേക്ക് പോകുന്നതിനിടെ സൽമാൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് വളവിൽ തെന്നിമറിഞ്ഞ് വീണതിനെ തുടർന്ന് പുറകിൽ വന്ന ബൈക്കും കൂട്ടിമുട്ടി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഉടൻ തന്നെ പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും സൽമാൻ മരണപ്പെടുകയായിരുന്നു. സൽമാന്റെ ഒപ്പമുണ്ടായിരുന്ന മാപ്രാണം മാടായിക്കോണം സ്വദേശികളായ ഷെയ്ൻ, മിഥുൻ എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. സൽമാന്റെ മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കയ്പമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം, കയ്പമംഗലം. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് പുഴയോരത്ത് കെട്ടിയിരുന്ന മത്സ്യബന്ധന വള്ളം കയററുത്തുവിട്ട് നശിച്ച നിലയിൽ കണ്ടെത്തി. കളത്തിൽ ഷിഹാബിന്റെ ഉടമസ്ഥതയിലുള്ള തുമ്പ എന്ന വള്ളമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. അഴീക്കോട് പൂച്ചക്കടവിൽ പുഴയോരത്ത് കെട്ടിയിരുന്ന വള്ളം പണി പാതി വഴിയിൽ നിലച്ച ഹാർബറിനടിയിൽ തള്ളിക്കയറ്റിയ നിലയിലാണ് കണ്ടെത്തിയത്. വള്ളത്തിന്റെ അടിഭാഗം തകർന്ന നിലയിലാണ്. 2 എഞ്ചിനുകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി വള്ളത്തിന്റെ ഉടമ പറഞ്ഞു. ആറാട്ടുപുഴ പൂരം വെടിക്കെട്ടിന് അനുമതി. 17, 22, 23 തീയതികളിൽ വെടിക്കെട്ട് പൊതുപ്രദർശനം നടത്തുന്നതിന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T. മുരളി ഉത്തരവിട്ടു. കർശന നിബന്ധനകളോടെ നടത്താനാണ് അനുമതി. വെടിക്കെട്ട് പ്രദർശനത്തിനായി സമർപ്പിച്ച അപേക്ഷയും സത്യവാങ്മൂലവും ഹൈക്കോടതി വിധിയിലെ നിർദ്ദേശങ്ങളും പരിശോധിച്ചാണ് അനുമതി. മാളയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലേക്ക് എത്തി നിൽക്കുമ്പോൾ രാജ്യത്തിനകത്ത് വലിയ പ്രതിഷേധവും വലിയ സമരങ്ങളും നീണ്ടു നിൽക്കുന്നതായ വലിയ പോരാട്ടങ്ങളും എല്ലാം ഉണ്ടായിരുന്ന വളരെ കോൺട്രവേഴ്ഷ്യലായി നിന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിലൊരു നിലപാടെടുക്കുമ്പോൾ അതൊരു നിഷ്കളങ്കമായ ഒരു നിലപാടായി നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകുന്നതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഈ ഗവൺമെന്റ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്. ഈ തെരഞ്ഞെടുപ്പിനെ ഒരു ധ്രുവീകരണത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകുവാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. മാള ജുമാ മസ്ജിദ് ഇമാം സുബൈർ മനാനി മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ്, ജില്ലാ ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ്,
ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ NS വിജയൻ, ES സാബു, മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PD ജോസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വക്കച്ചൻ അമ്പൂക്കൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ നിഖിൽ മാർട്ടിൻ, രാജീവ് ഉണ്ണികൃഷ്ണൻ, മഹേഷ് അല്ലിങ്കൽ, ജസീൽ അലങ്കാരത്ത്, രാഹുൽ മേത്തല തുടങ്ങിയവർ സംസാരിച്ചു. KPMS തൃശൂർ ജില്ലാ സമ്മേളനം മാളയിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KA തങ്കപ്പൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജാതി സംവരണത്തിന് പകരം സാമ്പത്തിക സംവരണം രാജ്യത്ത് നടപ്പിലാക്കണം. രാജ്യത്തൊട്ടാകെ സാമ്പത്തിക സംവരണമാണ് അനിവാര്യം. സാമ്പത്തിക സംവരണം അനിവാര്യമെന്ന് പറയുമ്പോൾ മാത്രമുള്ള ജാതി സംവരണം അവസാനിപ്പിക്കുമെന്ന് പറയുന്ന അടിവരയിട്ട് ഈ കൂട്ടർ പറയുന്നത് ജാതി സംവരണമാണ് രാജ്യത്ത് അവർണ സവർണ വേർതിരിവുണ്ടാക്കുന്നത്. രാജ്യത്ത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വേർതിരിവ് ഉണ്ടാക്കിയത് ജാതീയമായ സംവരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ശുദ്ധ മണ്ടത്തരമല്ലേ പറയുന്ന ആൾക്കും അറിയാം, ഞാൻ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. എങ്കിലും അതിൽ കയറി പിടിച്ചു നിൽക്കുക. ഇവിടെ ജാതീയമായ വേർതിരിവ് സംവരണം മൂലമല്ല. അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജാതീയമായി വേർതിരിക്കപ്പെട്ട ആളുകൾക്ക് ഒരു പടിയെങ്കിലും സമൂഹത്തിലെ പുരോഗതി കൈവരിക്കുന്നതിനാവശ്യമായ ഒരു പാക്കേജാണ് സമരം. ജില്ലാ പ്രസിഡന്റ് PV ഉമേഷ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ KPMS സംഘടനാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. മാസ്റ്റർ ഡാവിഞ്ചി, അനൂപ് പുതിയടത്ത് എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു. CA ശിവൻ, PK സുബ്രൻ, PC വേലായുധൻ, വത്സലാനന്ദൻ, അജിത കൃഷ്ണൻ, KT ചന്ദ്രൻ, EV സുരേഷ്, TK മുരളി, PC ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കേരള വിശ്വകർമ്മ മഹിളാ സംഘം മേത്തല ശാഖ പൊതുയോഗം നടന്നു. ചേരമാൻ തെരുവിൽ നടന്ന പൊതുയോഗം സംസ്ഥാന സെക്രട്ടറി TK കലാശിവൻ ഉദ്ഘാടനം ചെയ്തു. ശാഖ പ്രസിഡന്റ് PC രാജിമോൾ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ എന്റർപ്രൈസർ ഡെവലപ്മെന്റ് ഓഫീസർ VK കീർത്തി പഠന ക്ലാസ് നയിച്ചു. AR സുബ്രഹ്മണ്യൻ, സാവിത്രി പ്രഭാകരൻ, TP രാജൻ, TB സുരേഷ് ബാബു, നിധ രാധാകൃഷ്ണൻ, NK അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് KSTA കൊടുങ്ങല്ലൂർ ഉപജില്ലാ കമ്മിറ്റി യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം KSTA സംസ്ഥാന കമ്മിറ്റി അംഗം ദീപ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് OS ഷൈൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി TS സജീവൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PM മോഹൻരാജ്, KJ ഷീല, അജിത പടാരിൽ, ജില്ലാ കമ്മിറ്റി അംഗം VK മുജീബ് റഹ്മാൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CA നസീർ, ഉപജില്ലാ സെക്രട്ടറി PC സിംല, ട്രഷറർ VM റിയാസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. ആലുവയിൽ യുവാവിനെ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയി. ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് ഇന്നോവ കാറിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. എടത്തുരുത്തിയിൽ ബൈക്ക് അപകടത്തിൽ കോട്ടപ്പുറം സ്വദേശിയായ യുവാവ് മരിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സ്വദേശി കരിപ്പാക്കുളം വീട്ടിൽ കമറുദ്ദീന്റെ മകൻ മുഹമ്മദ് സൽമാനാണ് മരിച്ചത്. ആറാട്ടുപുഴ പൂരം വെടിക്കെട്ടിന് അനുമതി. 17, 22, 23 തീയതികളിൽ വെടിക്കെട്ട് പൊതുപ്രദർശനം നടത്തുന്നതിന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T മുരളി ഉത്തരവിട്ടു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.